അപ്പാ തീയും വിറകുണ്ട്, പക്ഷെ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഇസാഖിന് കണ്ണാടിയുണ്ട്, ചെത്ത് വീയനെ. നീ തന്നെയാണ് യാഗത്തിലുള്ള ആട്ടിൻകുട്ടി. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. ആധുനിക കാലത്ത് ഈ സംഭവം എങ്ങനെ നടക്കും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം, ശ്രദ്ധിക്കാം. അബ്രഹാമേ, അബ്രഹാമേ, മനുഷ്യ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ചാറാമേ ചാറാമേ വിളിക്കരുത്. എന്തുകൊണ്ടാണ് ഈ മൊട്ടക്കാരൻ മർത്തിയുടെ മോള് സാറാമ കാറ് പോയത്? നിങ്ങൾക്കറിയാമോ, ഇവിടെ പെണ്ണ് കാണാൻ പോയപ്പം ഇവിടെ വീട്ടുകാർ പറഞ്ഞു ഇവക്ക് കൊഴലപ്പം, വട്ടയപ്പം, ഉണ്ണിയപ്പം എല്ലാം കിട്ടും, കൈ കഴുകിയിരുന്നാ മതിയെന്ന്. അതെല്ലാം പോയിട്ട് ചട്ടിയങ്ങളും പിടിക്കാൻ അറിയാണ്ട് നിൽക്കാം. ഇങ്ങോട്ട് പറയുന്ന പോലെ അങ്ങോട്ട് പറയാനറിയാം. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്താ ജോലി എന്ന് പറഞ്ഞത്? പരിഷ്കാരിയല്ലായിരുന്നു ഞാൻ. ഓ പിന്നെ, എന്റെ അപ്പനെ കളിപ്പിച്ചിട്ട് എന്നെ കൊണ്ടുപോയി പൊന്നുപോലെ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ സ്ത്രീധന കാശും കൊണ്ട് ഇപ്പൊ ഇങ്ങനെ ചക്കപ്പോത്ത് പോലെ ഇരിക്കുന്നു കേട്ടോ. അതെല്ലാം വിട്. ഞാനിപ്പോ നിന്നെ വിളിച്ചെന്ന് പറഞ്ഞാ എന്നെ ദൈവം വിളിച്ചു. ഞാൻ ഇവിടെ ഇരുന്നപ്പോ എബ്രാമേ എബ്രാമേ ദൈവം വിളിച്ചു. എന്തോ ഇങ്ങനെ ദൈവം വിളിക്കാൻ സാധാ വിളിച്ചെങ്കിൽ പറയായിരുന്നു. ദൈവം വിളിച്ചു സത്യം ദൈവം ദൈവമേ, എന്നെ അങ്ങോട്ട് എടുക്കരുത്. മൊബൈൽ വല്ലതും വൈബ്രേറ്റ് ആയതായിരിക്കും. മൊബൈൽ മനുഷ്യ കൂടുതൽ കളിയാക്കരുത്, എന്റെ സ്വഭാവം മാറും. എനിക്ക് കിറ്റി പാർട്ടിക്ക് പോകാനുണ്ട്. ഓക്കെ, സമയം കളയാം. കുട്ടി പാർട്ടിയോ? കിറ്റി പാർട്ടി രണ്ട് കുട്ടിയായപ്പോഴാ കിട്ടി പാർട്ടിക്ക് പോകുന്നത്. ഞാൻ പോവാം. ആരായിരിക്കും വിളിച്ചത്? പത്രത്തിൽ നിന്നുള്ളതാണ് ശബ്ദം. അബ്രഹാമേ, നീ നിന്റെ മകനായ ഇസ്ഹാഖിനെ ഹോമയാഗത്തിനായി മോറിയ മലയിൽ പോയി യാഗം അർപ്പിക്കണം. എന്നാ പണിയാണ് കർത്താവ്? ഒരുമാതിരി പാമ്പ് കടിച്ചോണ്ട വലിയ കോക്കനട്ട് വീണ ഇസാക്കിനെ തന്നെ വേണോ അങ്ങോട്ട്? ഇസ്മായിലും ഉണ്ടായിരുന്നു, അവനാണെങ്കിൽ ഒരു പൊട്ടന, അവനങ്ങ് തന്നേന്ന്. ഇനി ഇസാക്കിനെ തന്നാ ഞാനെന്ത് ചെയ്യും? ഇസാക്കിനെ വെച്ച് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാന്ന് ഓർത്ത്, കുറച്ച് സ്ത്രീധനൊക്കെ ഉണ്ടാക്കി നമുക്ക് ലൈഫ് സെറ്റിൽ ആക്കാന്ന് ഓർത്ത് എന്ത് ചെയ്യും? ഇസാക്കിനെ കൊടുക്കണം. എന്തായാലും ദൈവം പറഞ്ഞ നമുക്ക് കൊടുക്കാം. കൊടുത്തില്ലെങ്കിൽ ചിലപ്പം ശാപം വല്ലതും വന്നാൽ ഇസാക്കിനെ കൊടുക്കാം. ഭാര്യനെ വിളിച്ചോ. ഓളെ സാറു മോളെ നമ്മുടെ
പാർട്ടിക്ക് പോകുന്നതാണ്. അത് കാരണം നമുക്ക് തന്നെ വിളിക്കേണ്ടി വരും. ഹലോ ഹലോ ആരോ? ആരാണ്? ദാ അപ്പനാണോ മോനെ? അപ്പനോ? അപ്പനോ? എന്റെ അപ്പനാ? ഫാദർ എബ്രഹാം. അബ്രഹാം? അയ്യോ, അപ്പനാണോ? പറയാപ്പ. നീ എവിടെയാ ഇപ്പോ? ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വന്നില്ല അപ്പ. നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് വീട്ടിലോട്ട് വാ. ഈ എന്തോ കാര്യം അപ്പനി പറയുന്നത്? എനിക്ക് പെട്ടെന്ന് സെഞ്ചുറി അടിക്കാൻ ഇരിക്കുമ്പോഴാണോ? സെഞ്ചുറി അടിക്കാൻ ഇനി എത്ര റൺ വേണം? എന്ന് പറഞ്ഞാൽ 99 റണ്ണൂർ വേണം. അത്ര മതി? 99? അന്ന് ഒരു കാര്യം ചെയ്യും, അവരോട് പറ 10 മിനിറ്റിനകത്ത് വരാൻ പറഞ്ഞ് നീ പെട്ടെന്ന് വാ. ഓ അച്ഛൻ നിൽക്ക, അച്ഛൻ 10 മിനിറ്റ് നിൽക്കേ, ഞാനൊരു അരമണിക്കൂറിലെത്താം. പെട്ടെന്ന് വാടാ മോനെ. ആ ശരി ശരി. എന്റെ തേനല്ലേടാ? അല്ല വേണം. എന്റെ ചക്കരയല്ലേടാ? അയ്യേ എന്റെ മുത്തല്ലേടാ? അല്ലേ? നീ വന്നാ ഞാൻ നിനക്ക് ഐസ്ക്രീം, ജിലേബി, വടപാവ്, ചോക്ലേറ്റ് പിന്നെ ഒരു കേക്കും കൂടി മേടിച്ചു തരാം. ഇതൊക്കെ ഉണ്ടല്ലോ അപ്പനും അമ്മ സാറും ഇരുന്ന് കഴിച്ചാൽ മതി. അതൊക്കെ ഞങ്ങൾ കഴിച്ചോളാം. നീ ഇപ്പൊ വരാൻ നീ എന്ത് മേടിക്കും? എനിക്ക് ഐപാഡ് വാങ്ങി തരുവാണെങ്കിൽ ഞാൻ വരാം. ഐപാഡോ ലെറ്റർ പാഡോ നോട്ട് പാഡോ ഏത് കുന്ത്രണ്ടാണെങ്കിലും മേടിച്ചു തരാം. നീ പെട്ടെന്ന് വാ. ഉറപ്പായിട്ടും? ഉറപ്പ്. ആ എന്നാ വാങ്ങി വെച്ചേ, ഞാൻ വരുവാ. ഓക്കെ വാ. അരമണിക്കൂർ കേട്ടോ? ഓക്കെ പെട്ടെന്ന് വാ. ഐപാഡൊക്കെ ഉണ്ട്, നീ വാ. നമുക്ക് ഇതെല്ലാം നിനക്കുള്ളതല്ലേ? ഐപാഡൊക്കെ തരാവിടാ. നമുക്ക് ഈ മല വരെ പോയിട്ട് അത് പോണത് അപ്പനല്ലേ വിളിക്കുന്നത്? വാഴ പോലെ അപ്പനല്ലേ വിളിക്കുന്നത്? അപ്പനല്ലേ വിളിക്കുന്നത്? ഇസാഖെ അപ്പനെയൊന്നും ചെയ്യരുത്. അവന്റെ മേൽ കൈവയ്ക്കരുത്.